ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഐഫേഴ്സ് CUT ട്രാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്ക് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ, ടൈം ആൻഡ് വർക്ക്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് ഒരൊറ്റ ഇക്വേഷനിലൂടെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ഇക്വേഷനാണ് എഫിഷ്യൻസി. എഫിഷ്യൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്കിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ആണ് ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? പെട്ടെന്ന് വർക്ക് തീർക്കില്ലേ? ആൻഡ് എഫിഷ്യൻസി കുറവായിട്ടുള്ള ഒരാളോ വർക്ക് ചെയ്യാൻ കുറെ ടൈം എടുക്കൂലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ടൈമും എഫിഷ്യൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലെ? എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. അപ്പൊ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ടൈം ആൻഡ് വർക്കിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എഫിഷ്യൻസി എന്താണ് എന്നുള്ളത് താറോ ആയിരിക്കണം. നമുക്കറിയാം ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആണ് എന്നുള്ളത്, എങ്കിലും ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എഫിഷ്യൻസി അവിടെ കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് എഫിഷ്യൻസി എന്താണെന്ന് അറിയണം അല്ലെ? എഫിഷ്യൻസി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമുക്ക് തറവായിരിക്കണം. സോ നമ്മൾ ആദ്യം എഫിഷ്യൻസിന്റെ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ജോൺ ഇഫ് ഹി ക്യാൻ റീഡ് 40 pages in 1 hour? 40 pages in 1 hour. ജോണിന് 40 pages 1 hour കൊണ്ട് തീർക്കാൻ കഴിയെങ്കിൽ അയാളെ എഫിഷ്യൻസി എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അയാൾ എടുക്കുന്ന വർക്ക് എന്താണ്? ഇവിടെ എടുക്കുന്ന വർക്ക് എന്താണ്? 40 pages വായിക്കുക എന്നുള്ളതാണ് അയാൾ എടുക്കുന്ന വർക്ക് അല്ലേ? അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ അയാൾ ചെയ്യുന്ന വർക്ക് എന്താണ്? 40 pages വായിക്കുക എന്നുള്ളത്. അപ്പൊ 40 എന്തായിരിക്കും? per 1 hour അല്ലേ? 40 by 1, അതായത് 40 pages per hour അല്ലെ? pages per hour ആയിരിക്കും ഇവിടെ ജോണിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the efficiency of a pipe A if it can pump 30 liters of water in 2 hours? 30 liters of water 2 hours കൊണ്ട് പമ്പ് ചെയ്യാൻ ഒരു പൈപ്പിന് കഴിയെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? അവിടെ നോക്കിക്കേ, നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ചെയ്യുന്ന വർക്ക് എന്താ? 30 liters പമ്പ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? അപ്പൊ 30 ആയിരിക്കും വർക്ക്. ദെൻ എന്താണ്? വാട്ടർ ഇൻ 2 hours. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 hours ആണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും? 30 per 2 ആയിരിക്കും. അതായത് 15 liter per hour എന്ന് പറയാം അല്ലെ? 15 liter per hour ആണ് എന്ത്? ഈ പൈപ്പിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് 1 student if 50 students can clean 10 classroom in 4 hours? 50 studentsന് 10 classroom 4 hours കൊണ്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നു. ഒന്നുകൂടി നോക്കുക, 50 സ്റ്റുഡൻസിന് 10 ക്ലാസ് റൂംസ് 4 hours കൊണ്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ നമ്മളോട് ചോദിച്ചത് 1 സ്റ്റുഡന്റിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് 1 സ്റ്റുഡന്റ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എഫിഷ്യൻസി ഓഫ് 50 സ്റ്റുഡൻസ് എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് 50 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 10 ക്ലാസ് റൂം ഇൻ 4 hours ആണ് അല്ലെ? 10 ക്ലാസ് റൂം ഇൻ 4 hours ആണ്. അതായത് അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5/2 എന്ന് എഴുതാൻ പറ്റും അല്ലെ? 5/2 എന്ന് എഴുതാൻ പറ്റും. ദെൻ നമ്മളോട് 1 സ്റ്റുഡന്റിന്റെ എഫിഷ്യൻസി ആണ് ചോദിച്ചത്. 1 സ്റ്റുഡന്റിന്റെ എഫിഷ്യൻസി അപ്പൊ എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് 1 സ്റ്റുഡന്റ് എന്ന് പറയുന്നത് 50ന്റെ മുകളിലുള്ള 50നെ ഈക്വൽ ടുന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 50 ആവും. അതന്നെ 5 divided by 2 into 50. അതായത് എന്താണ്? അതായത് 5 divided by 100. ഓക്കെ, 5 divided by 100 ആയിരിക്കും. അതായത് ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ എത്ര 5 ഉണ്ട്? 20 ഉണ്ട് അല്ലെ? 1/20. അതായിരിക്കും ഒരു കുട്ടിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, 50 സ്റ്റുഡൻസിന്റെ എഫിഷ്യൻസി ആണ് ഇവിടെ തന്നിട്ടുള്ളത് കാണാന്. പക്ഷേ നമുക്ക് അറിയേണ്ടത് 1 സ്റ്റുഡന്റിന്റെ ആണെങ്കിൽ 50നെ നേരെ താഴോട്ട് കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഈ 3 ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ എഫിഷ്യൻസി കാണാനുള്ള? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് അനുജ ഇഫ് ഷീ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days?
നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ എത്ര പേജസ് ആണ് അയാൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്, എത്ര ലിറ്റേഴ്സ് ആണ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞത് എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days എന്നാ പറയുന്നത്. എ പീസ് ഓഫ് വർക്ക്. അപ്പൊ നമുക്ക് എന്താ വർക്ക് എന്ന് അറിയില്ല, ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എ പീസ് ഓഫ് വർക്ക് തന്നത് എങ്കിൽ എഫിഷ്യൻസി പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം അല്ലേ. ഇവിടെ വർക്ക് എന്തായിട്ട് എടുക്കണം? 1 ആക്കിയിട്ട് എടുക്കണം. അത് സിമ്പിൾ അല്ലേ? ടോട്ടൽ വർക്ക് 1 ആയിട്ട് എടുക്കുക. അപ്പൊ 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് 30 വർക്കേഴ്സ് ഇഫ് ഓൾ ഓഫ് ദം വർക്കിംഗ് ടുഗെദർ ക്യാൻ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. അതായത് 30 വർക്കേഴ്സിന്റെ എഫിഷ്യൻസി എന്താണെന്നാണ് ചോദിച്ചത്. ഇഫ് ദേ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. അപ്പൊ എഫിഷ്യൻസി ഓഫ് 30 വർക്കേഴ്സിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? എ പീസ് ഓഫ് വർക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ ടോട്ടൽ വർക്ക് എന്താക്കിയിട്ട് എടുക്കണം? 1 ആയിട്ട് എടുക്കണം അല്ലെ. 1 ഡിവൈഡഡ് ബൈ ഇൻ 10 days. 10 days എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും. ഓക്കെ, അപ്പൊ ദെൻ 30 വർക്കേഴ്സിന്റെ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ 1 വർക്കറിന്റെ എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് 1 വർക്കർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/10 into 30 അല്ലേ. അതായത് 1/300. ഓക്കെ, ഇപ്പൊ എഫിഷ്യൻസി ക്ലിയർ ആയില്ലേ? എഫിഷ്യൻസി ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്കിൽ ഏതൊരു പ്രോബ്ലം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. P can complete a work in 12 days. Q can complete the same work in 6 days. If both of them work together, in how many days they can complete the work? അതായത് Pക്ക് 12 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. Pക്ക് 12 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. Q can complete the same work in 6 days ആണ്. Q എത്ര ദിവസം കൊണ്ടാണ് ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? 6 days കൊണ്ടാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ, ടുഗെദർ അവർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് P എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് P എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് അറിയില്ല. വർക്കിനെ പറഞ്ഞിട്ടുള്ളൂ, വർക്ക് എന്താന്ന് അറിയില്ല. അപ്പൊ നമുക്കറിയാം വർക്ക് എന്താന്ന് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ വർക്ക് 1 ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ എന്തായിരിക്കും? ടോട്ടൽ വർക്ക് 1 ആക്കി എടുത്താൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം പറയുന്നത് 12 ആണ്. ദെൻ അടുത്ത് നോക്കിക്കേ, Q can complete the same work in 6 days. അപ്പൊ എഫിഷ്യൻസി ഓഫ് Q എന്തായിരിക്കും? 1/6 അല്ലെ. ദെൻ നമ്മളോട് ചോദിച്ചത് if both of them work together in how many days they can complete the work na. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എഫിഷ്യൻസി ഓഫ് P, Q കാണാം. Pയും Qയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും എന്ന് കാണാം. ഇതെങ്ങനെയാ കാണാന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് P പ്ലസ് എഫിഷ്യൻസി ഓഫ് Q ആയിരിക്കും. ദെൻ എഫിഷ്യൻസി ഓഫ് P എന്ന് പറയുന്നത് 1/12 ആണ് അല്ലെ. ദെൻ എഫിഷ്യൻസി ഓഫ് Q എന്ന് പറയുന്നത് 1/6 ആണ്. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 1 6, 12 into 1 12 ഡിവൈഡഡ് ബൈ 12 into 6. 12 into 6 എത്ര ആയിരിക്കും? 12 into 6 എന്ന് പറയുന്നത് 72 അല്ലേ. ഓക്കെ, ദെൻ എത്ര കിട്ടും? 12 plus 6 എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ 72 അല്ലേ. ദെൻ ഇവിടെ ഒരു 18 ഉണ്ട്, ഡിവൈഡഡ് ബൈ 18 ചെയ്താൽ ഇവിടെ എത്ര 18 ഉണ്ട്? 418 അല്ലേ. അപ്പൊ എത്ര കിട്ടും? 1/4 കിട്ടും. 1/4 ആയിരിക്കും എന്ത്? എഫിഷ്യൻസി ഓഫ് P, Q. എഫിഷ്യൻസി ഓഫ് P, Q എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? Pയും Qയും ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും അവരുടെ എഫിഷ്യൻസി എന്നുള്ളത് നമുക്ക് 1/4 ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം എന്ത്? എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇത് ടോട്ടൽ വർക്ക് ആണ്. ദെൻ ഇതെന്താണ്? ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഉള്ളതായിരിക്കും ടോട്ടൽ ടൈം. 1/, എത്രയാണോ എഴുതുന്നത് അതായിരിക്കും എന്ത്? ടോട്ടൽ ടൈം. അപ്പൊ എത്ര ഡേയ്സ് കൊണ്ടാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? 4 days. 4 days കൊണ്ടാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. A and B can do a piece of work in 40 days and 60 days respectively.
Both of them started working and A left the work after 12 days. In how many days B working alone can finish the work? എയും ബിയും ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 and 60 days എന്നാ പറയുന്നത്. അപ്പൊ എഫിഷ്യൻസി ഓഫ് എ എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് വർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ 1/, എത്ര ഡേയ്സ് ഉണ്ട്? 40 days ഉണ്ട്. അപ്പൊ 1/40. ദെൻ അടുത്ത നോക്കിക്കേ, എഫിഷ്യൻസി ഓഫ് ബി എന്തായിരിക്കും? എ പീസ് ഓഫ് വർക്ക് ഇൻ 60 days. അപ്പൊ 1/60. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എഫിഷ്യൻസി ഓഫ് എ കോമ ബി കണ്ടുപിടിക്കാൻ പറ്റൂലേ? എയും ബിയും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? അപ്പൊ എഫിഷ്യൻസി ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി അല്ലേ? അതായത് 60 + 40 ഡിവൈഡഡ് ബൈ 60 × 40 അല്ലേ? അതായത് 100 ഡിവൈഡഡ് ബൈ 2400. ദെൻ 0 കട്ട് ചെയ്യാം, 1/24. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എ കോമ ബി കിട്ടി. ദെൻ ഇതിൽ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ എത്ര ദിവസമാണ്? ആഫ്റ്റർ 12 days ആണ് എ ലെഫ്റ്റ് ആയത്. ആഫ്റ്റർ 12 days ആണ് എ അത് വിട്ട് ആ വർക്ക് വിട്ടുപോയത് അല്ലെ? അപ്പൊ 12 days വരെ അവരെന്താണ്? ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. 12 days വരെ അവര് ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് 12 days ആണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. ദെൻ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസി നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പൊ നമുക്ക് എഫിഷ്യൻസി എത്രയാണ് എയുടെയും ബിന്റെയും അതും അറിയാം, എത്ര ടൈമാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തത് എന്നും അറിയാം. അപ്പൊ നമുക്ക് വർക്ക് കണ്ടുപിടിച്ചൂടെ? എത്ര വർക്കാണ് അവർ ചെയ്തതെന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പൊ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ടൈം ഇൻറ്റു എഫിഷ്യൻസി അല്ലേ? അപ്പൊ വർക്ക് ഡൺ ബൈ ട്വൽവ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ഇൻറ്റു എഫിഷ്യൻസി എത്രയാണ്? 1/24. ഇവിടെ ഒരു 12 ഉണ്ട്, ഇവിടെ 2 12 ഉണ്ട്. അപ്പൊ 1/2. അപ്പൊ റിമൈനിങ് 1/2 വർക്ക് തീർന്നു. 1/2 വർക്ക് തീർന്നു. അപ്പൊ റിമൈനിങ് എത്ര വർക്ക് ഉണ്ടാവും? റിമൈനിങ് വർക്ക് എത്ര ആയിരിക്കും? നമുക്കറിയാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലേ? അവിടെ എത്ര വർക്കാണ് ഇവിടെ തീർന്നിട്ടുള്ളത്? 1ൽ 1/2, അതായത് ഹാഫ് ഓഫ് ദി വർക്ക് തീർന്നിട്ടുണ്ട്. 1/2 വർക്ക് തീർന്നിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ റിമൈനിങ് വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും ടൈം എടുക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോ ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ എടുത്ത് നോക്കിയേ. ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഈനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലെ? വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് എന്തറിയാം? വർക്ക് ഡൺ എത്രയാണ് വർക്ക് ചെയ്യാനുള്ളത് അറിയാം. 1/2 വർക്കാണ് ചെയ്യാനുള്ളത്. എഫിഷ്യൻസി ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ബിന്റെ എഫിഷ്യൻസി എത്രയാണെന്നും അറിയാം. ദെൻ നമുക്ക് ടൈം കാണാൻ പറ്റില്ലേ? അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ 1/2 വർക്ക് റിമൈൻ ചെയ്യുന്നുണ്ട്. അവിടെ ബാക്കി 1/2 വർക്ക് ഉണ്ട്. എഫിഷ്യൻസിയോ അത് ചെയ്യാനുള്ള ബിന്റെ എഫിഷ്യൻസി എത്രയാണ്? 1/60. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? A/B ഡിവൈഡഡ് ബൈ C/D വന്നാൽ എന്താ ചെയ്യുക? A/B ഇൻറ്റു D/C അല്ലേ? അപ്പോ 1/2 ഇൻറ്റു 60/1, അതായത് 60/2, അതായത് 30. ഓക്കെ, അപ്പൊ 30 days ആണ് ബാക്കിയുള്ള ഹാഫ് ഓഫ് ദി വർക്ക് ആർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മളെ ബിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലംസ് ചെയ്യുക. സംഭവം ഈസിയാണ്. ഒന്ന് ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക, എന്തൊക്കെയാണ് തന്നത് എന്ന് നോക്കുക, ദെൻ എഫിഷ്യൻസിന്റെ ഇക്വേഷനിലേക്ക് അത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ നമുക്ക് വേണ്ട സാധനം കാണാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും പഠിക്കുക, നല്ലോണം എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.